നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മളൊരു ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നമ്മളെ റെസ്പെക്ട് ചെയ്യും. നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാർ നമുക്കൊരു വില തരും. നമ്മുടെ കയ്യിൽ നല്ല സ്കിൽസ് ഉണ്ടെങ്കിൽ കമ്പനികൾക്ക് നമ്മൾ ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ ക്ലബ്ബുകൾ നമ്മളെ വിലയ്ക്ക് വാങ്ങും. അപ്പോൾ ഇതെല്ലാം സത്യമാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി തന്ത്രപരമായിട്ട് ജീവിക്കാൻ നോക്കും. വളരെ നല്ലവനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ഉപയോഗിക്കും. ഇനി നമ്മൾ നാണം കുണുങ്ങിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആളുകൾ മാറി നിൽക്കാൻ പറയും. ഇനി നമ്മളൊരു വീക്കായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ അബ്യൂസ് ചെയ്യും. സ്ട്രോങ് ആയിട്ട് ജീവിക്കുക, നല്ല ഡിസിപ്ലിൻ ഉണ്ടാക്കുക, നല്ല ക്യാരക്ടർ ഉണ്ടാക്കുക, നല്ല കാമായിരിക്കുക, കോൺഫിഡൻ്റ് ആയിരിക്കുക, ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടത് അവരുടെ മക്കളെന്ന് പറയുന്നത് ശക്തരായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് ഒരു ശക്തരായ മാതാപിതാക്കളെയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടത് ഒരു ശക്തനായ പുരുഷനെയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് വേണ്ടത് ഒരു ശക്തയായ സ്ത്രീയാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടത് ഒരു ശക്തനായ സഹോദരനെയോ അല്ലെങ്കിൽ സഹോദരിയാണ് വേണ്ടത്. അപ്പോൾ ഈ ലോകത്ത് ശക്തർക്ക് മാത്രമാണ് കൂടുതൽ വിലയുള്ളത്. നിങ്ങളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. ഒരു ശക്തരായ വ്യക്തിയായി ജീവിക്കുക, ജീവിച്ച് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇനി മുതൽ നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾക്കൊരു നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, പോക്കറ്റ് നിറച്ചും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക, നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം വെറും ഡിസ്ട്രാക്ഷനാണ്.